1986 തൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസർ ആയിട്ട് ഡോക്ടർമാർ പറഞ്ഞു ഒരു 3rd സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ് എന്ന് ജോണസിനെ വിളിച്ച് പറഞ്ഞ് റെഡിയായി തീർന്നു. എന്നാൽ അദ്ദേഹം ആ ഹോസ്പിറ്റൽ റൂമിൽ വെച്ച് താൻ പറഞ്ഞതായ ഒരു കാര്യമുണ്ട്, ഞാൻ ഒരത്ഭുതം കൂടി കാണുവാൻ പോവുകയാണ്. അല്ലെങ്കിൽ എന്നിട്ട് തന്നെ ഭാര്യയുടെ കൈക്ക് പിടിച്ച് താനെ പ്രാർത്ഥിച്ചു പറഞ്ഞു, നീ മരിക്കയില്ല എന്നും പറഞ്ഞ് എന്താണ് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നാൽ പ്രിയമുള്ളവർ, ജോണസും കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. ഹല്ലേലൂയ, തനിക്ക് രോഗവും അല്ലെങ്കിൽ പ്രായമൊക്കെ ചെന്നാൽ ഇന്നും എന്താണ് കഴിഞ്ഞ ഇത് പറഞ്ഞിട്ടാണ് 40 വർഷത്തോളമായി ഡോഡിൻ ഓഗസ്റ്റിൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഹല്ലേലൂയ, ഞാൻ പറഞ്ഞത് നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് കൺഫസ് ചെയ്യാം, നെഗറ്റീവായിട്ട് നമുക്ക് കൺഫസ് ചെയ്യാം. അതുകൊണ്ടാണ് യാക്കോബ് ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങൾ ഇങ്ങനെയാണ് യാക്കോബ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്, തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ്. അപ്പോഴേ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഇതിനുശേഷം പറയാണ്, ഒരുവൻ വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അപ്പോൾ ഹല്ലേലൂയ, തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അതിനൊക്കെ ഒത്തിരി ശക്തിയുണ്ട്. ഹല്ലേലൂയ, ഒരു പ്രവാചകനും നമ്മുടെ വീട്ടിൽ വരേണ്ട ആവശ്യമില്ല, ഒരു സെൻട്രൽ പാസ്റ്ററും വരേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ, ജോയ് പുന്നൂസും വരേണ്ട ആവശ്യമില്ല, ഒരു സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുവരേണ്ടതായ ആവശ്യമില്ല. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ കുറവുകളെ സംബന്ധിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കരങ്ങളെ കൊടുത്ത് നീ നിന്റെ ഭവനത്തിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എന്തുവാണ്, രോഗസൗഖ്യം നിന്റെ ഭവനത്തിൽ നടക്കും യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഇത് വചനപ്രകാരമാണ് പറയുന്നത്. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞത്, ഹല്ലേലൂയ, തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അപ്പോൾ ഏറ്റുപറച്ചിലിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ, നമുക്ക് നെഗറ്റീവായിട്ടും കൺഫസ് ചെയ്യാം, പോസിറ്റീവായിട്ടും കൺഫസ് ചെയ്യാം. ഹല്ലേലൂയ, നെഗറ്റീവായിട്ട് കൺഫസ് ചെയ്യുമ്പോൾ ഒന്നും നടക്കത്തില്ല എന്ന് പറയും. എന്നാൽ പോസിറ്റീവായിട്ട് കൺഫസ് ചെയ്യുന്ന ഒരാൾ പറയും, എന്തുവാണ് ഇത് നടക്കും, എൻ്റെ കർത്താവ് എന്നെ ശക്തീകരിക്കും എന്ന് പറയും.